എന്റെ ദൈവമേ, എന്ത് കഷ്ടമാണ് നോക്കണ. ഈ പെണ്ണിന്റെ ഒരു കാര്യം എല്ലാം അങ്ങോട്ട് മൂത്തമ്മ പോലെ ഏറ്റെടുക്കും കേട്ടോ. എല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പോയി ഒന്നും ചെയ്യേയില്ല. ആഹാ, നീയാണ് എണീറ്റത്? അവളെന്തേ? ലച്ചു എന്തേ? ചേച്ചി കിടക്കണമ്മ. അല്ലെങ്കിലും ഉണർന്ന ഇച്ചിരി കിടപ്പ് കൂടുതല. ഞാനാ ശീലിപ്പിച്ച, എന്നാ പറഞ്ഞാൽ മതിയല്ലോ. ഒന്നുമില്ല, ഈ പാത്രം കഴുകാൻ ഇന്നലെ രാത്രി അവളെ ഏറ്റെടുത്തായിരുന്നു. ഞാൻ കഴുകാൻ പോയത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അമ്മ കഴുകണ്ട, ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞ എന്നെ തള്ളി അങ്ങോട്ട് വിട്ട്. ഇന്നലെ രാത്രിയോ? ആ, അടിപൊളി. അവള് ഫോൺ ചെയ്ത് നടക്കണ്ടായിരുന്നു. എനിക്ക് വേണം ആ ഫോണും ചെയ്തിട്ട് അകത്ത് കയറി കയറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ ചേട്ടാ സ്ഥിര സ്വഭാവമാണല്ലോ. എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോ ഒരു കോള് വന്നാ ആ പണി ഓട്ടിട്ടിട്ട് ഒരു പോക്ക. പിന്നെ ഇരുന്നോണ്ട് വിളിക്കുന്നു, നടന്നോണ്ട് വിളിക്കുന്നു, കിടന്നോണ്ട് വിളിക്കുന്നു. നമ്മളെന്തെങ്കിലും പറയാൻ പോയാലോ അപ്പൊ തന്നെ ചാടി കടിക്കാൻ വരികയും ചെയ്യും. അവളെ എഴുന്നേറ്റ് കൊണ്ട് വരട്ടെ, കൊടുത്തിട്ട് തന്നെ രണ്ടെണ്ണം ബാക്കിയ കാര്യം. ചേച്ചി എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഫുള്ള് ചെയ്തു വെച്ചേന്. വേസ്റ്റ് എന്തമ്മ, ഞാൻ എന്ത് പണി ചെയ്യുന്നു പറഞ്ഞാലും എനിക്ക് ആ ബെസ്റ്റ് ഇത് മാത്രമേ പറയാനുള്ളൂ. നീ പോ, നിന്റെ കാര്യം നോക്ക്, പോയി പഠിക്ക്. അവളെ വിളിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട്? അമ്മമ്മ അടുത്തുനിന്നാ മതി, ഞാനും ചേച്ചി കൂടി സിമ്പിൾ ആയിട്ട് ഫുള്ള് ചെയ്തു തീർത്തോളാം. ഞങ്ങളെ കൊണ്ട് പറ്റും. ആരെ കൊണ്ട്? ഞങ്ങളെ കൊണ്ട്. എന്നിട്ടുണ്ടോ രണ്ടും കൂടെ അടി കൂടുന്നത് കണ്ട് ഞാൻ ഇരിക്കാൻ അല്ലേ? അമ്മ ഞങ്ങളെ കൈകൾ സിങ്ക് ആയി കഴിഞ്ഞാൽ സിങ്കാണ്, വേറെ സീനൊന്നും ഇല്ല. അമ്മ മാർക്ക് നീ പോയി പഠിക്കാനുണ്ടെങ്കിൽ നീ പോയി പഠിക്കേ. ഞാൻ ചെയ്തോളാം അമ്മ. ഞാൻ നിന്നോട് പഠിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ പഠിച്ചോളാം. പിന്നെ സഹായം ഒന്നും വേണ്ടല്ലോ, ഞാൻ പോകും. വേണ്ട, സഹായിക്കാനും ഏക്കുകയും ചെയ്യും. എൻ്റെ സമയമാകുമ്പോൾ കാല് മാറുന്ന ആൾക്കാരാണ്. വേറെ പണിയൊന്നും ഇല്ല എനിക്ക്. എന്താടാ ഈ പിള്ളേർക്ക് ഒരേ ബഹളം. ഒരു വടി എടുക്കണം, എല്ലാത്തിനും രണ്ടെണ്ണം പൊട്ടിക്കണം, അപ്പൊ തീർന്നോളൂ. അല്ലെങ്കിൽ തന്നെ നിന്റെ ക്ലാസ്സിന്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോ എന്ത് ബഹളമാടാ. നീ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം പിള്ളേരെ. നീ എന്തോ പറയണത്? ഞാൻ പറഞ്ഞ ആ ബഹളമല്ല. പിന്നെ വേറെന്ത് ബഹളം? ഇടി, ഞാൻ ഉച്ചച്ചേച്ചിയോടെ തുടങ്ങിയില്ലേ ട്യൂഷൻ സെന്റർ? അത് നാളെ 1 വർഷം തികയാണ്. ഇപ്പൊ 10-40 പിള്ളേരായി. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. 10-40 പിള്ളേരായില്ലേ? പിള്ളേരൊക്കെ ഗതി എന്താണ്? ഒന്ന് പോയട്ടെ അവിടുന്ന്. നാളെ 1 വർഷം തികയാന്നുള്ള കാര്യം ഉച്ചച്ചേച്ചി പിള്ളേരതൊക്കെ പറഞ്ഞു. പിള്ളേരൊക്കെ ഒരേ ബഹളം. പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. നാളെയാ? ഈ നാളെ എന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നും ഇല്ല. വൈകിട്ട് ഒരു 3 മണിക്ക് തുടങ്ങി 7 മണി വരെ, അത്രേ ഉള്ളൂ. പിന്നെ ഉച്ചച്ചേച്ചിയും പറഞ്ഞു പിള്ളേരൊക്കെ സന്തോഷിക്കട്ടെ. സംഭവം പിടി കിട്ടി. ഇപ്പൊ ട്യൂഷൻ സെന്ററിന്റെ 1ാം വാർഷിക ആഘോഷം പറഞ്ഞു. എന്റെ മെയിൻ സംഘാടകൻ കേശു. എടാ പിള്ളേരെല്ലാരും എത്തുവോ? പിന്നെ എല്ലാരും എത്തും. ഈ ചെലവുള്ള കേസാണ്. എല്ലാവർക്കും ഒരു ചായ, സമോസ, പഴം, പിന്നെ കേക്ക് മുറിക്കും. ഇതൊക്കെ ഉണ്ടല്ലേ? എന്തായാലും നമുക്ക് പോണോ അല്ലേ? പിന്നെ വേണം. പോണോ? പോണ്ടേ? അങ്ങനെ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് വരാനൊന്നും പറ്റൂല. അവിടെ 1ാമത്തെ സ്ഥലമില്ല. അതുകൊണ്ടാണ് പേരൻസിനെ പോലും വിളിക്കുന്നത്. അപ്പൊ പാരന്റ്സിനെ പോലും വിളിച്ചിട്ടില്ല. അമ്മ കേട്ടാ? എന്ത്? ഇവന്റെ ട്യൂഷൻ സെന്ററിന്റെ 1ാം വാർഷികമാണെന്ന്. നമ്മുടെ ഉഷ ചേച്ചിയുടെ മോളുടെ ഡാൻസും അപ്പുറത്തെ വീട്ടിലെ മാളവയുടെ നൃത്തവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ഷൈൻ ചേച്ചിയുടെ മോളുടെ കഥാപ്രസംഗമൊക്കെ ഉണ്ടല്ലടാ. ഇവനെ എല്ലാം ഏൽപ്പിക്കുക. ഉഷയ്ക്ക് എന്താ പ്രാന്തായ? എന്തോ നേട്ടാ പറയണത്? മാളവിയുടെ ഡാൻസ്, ഉഷ ചേച്ചിയുടെ മോളുടെ പാട്ട്, ചുമ്മാ തട്ടിയും കിട്ടണം കേട്ടാ. നീ കിടന്ന് ഉരുളണ്ടറാ. ഞങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോ വരണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. പിള്ളേരുടെ ഇടയിൽ കൂടി ഗന്ധർവം കളിക്കണം അല്ലെ? പിള്ളേരുടെ ഇടയിൽ കയറിയിട്ട് പിള്ളേരുടെ ഇടയിൽ കയറി ഗന്ധർവം കളിക്കണം. എടാ ഗന്ധർവൻ എന്നല്ലേ വിളിച്ചുള്ളൂ. നല്ല പേരല്ലേ അത്? അങ്ങനെയാണെങ്കിലേ അച്ഛൻ അമ്മയെ കുട്ടമ്പിള്ളയുടെ മോളെ വിളിക്കുമ്പോ അമ്മ എന്തിനു ദേഷ്യപ്പെടുന്നത്? കൂളായിട്ട് ക്ഷമിച്ചങ്ങ് വിട്ടാ പോരെ? ഉള്ള കാര്യമില്ല അച്ഛൻ പറയണേ. നൈസായിട്ട് എന്റെ തന്തയ്ക്ക് വിളിച്ചല്ലേടാ. നിർത്തേട്ടാ. എന്തോന്നിത്? അമ്മ അവൻ ഭയങ്കര സന്തോഷമായിട്ട് കാര്യം പറയാൻ വന്നതല്ലേ. അപ്പൊ എല്ലാവരും നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ബ്ലോക്ക് ഇട്ടില്ല. എന്തോന്നത്? ഈ ചേട്ടനാണ്. ഈ ചേട്ടൻ ഈ വീട്ടിൽ ഉള്ള കാലം അത്രയും സന്തോഷമായിട്ടൊരു കാര്യം വീട്ടിൽ പറയാൻ പറ്റും. അതെന്താ അങ്ങനെ ഒരു വർത്താനം? അവൻ പറഞ്ഞതിൽ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ഈ വീട്ടില് ചേട്ടനും ചേച്ചിയുള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നെഗറ്റീവ് അടിച്ച് ഉറക്ക് പറഞ്ഞത് ഫുള്ള് കൊളാക്കി കൈ തരും. പിള്ളേർ പറയണ കേട്ടമ്മ. ഒരു ഓവറും ഇല്ല. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയെ എങ്ങനെ ഇവിടെ അടിവഴക്കാക്കാമോ അതാണ് ഇവിടെ ലച്ചു നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അടുക്കളയിൽ പണിയണ്ടേ, ഞാൻ പോട്ടെ. ഓഹോ, ഇവിടെ നെറ്റ് പോയോ ഇവിടുന്ന്? ആഹാ, ഇനി എപ്പോൾ വരുവാ അടുക്കളയിലേ? ഞാൻ കൂടി ചെല്ലട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമ്മ എന്തെങ്കിലും പറയും. അപ്പൊ നാളെ സാറും പിള്ളേരും കൂടെ പൊളിക്കാൻ പോവാണ്. നല്ല പരിപാടി ഹിറ്റായി കഴിഞ്ഞ ഫുൾ ക്രെഡിറ്റ് എനിക്ക്. അത് പിന്നെ ആണല്ലോ.